ഹായ്, വെൽക്കം ടു മൈ ചാനൽ. എൻ്റെ പേര് ശ്രീലക്ഷ്മി. അപ്പോൾ ഇന്നൊരു സിമ്പിൾ ഈദ് മേക്കപ്പ് ട്യൂട്ടോറിയലാണ്. സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ലുക്കാണ്. അതിൻ്റെ അകത്ത് നമ്മൾ 2-3 ടോപ്പിക്സ് കവർ ചെയ്യുന്നുണ്ട്. എങ്ങനെ നമ്മുടെ പിഗ്മെൻറ്റേഷൻസ് ഒക്കെ കവർ ചെയ്യാൻ ചെറിയ ചെറിയ ഹാക്സ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ മേക്കപ്പ് കംപ്ലീറ്റ് ചെയ്യുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സ്കിൻ പ്രെപ്പാണ്. അപ്പോൾ നമ്മൾ മേക്കപ്പിന് വേണ്ടി സ്കിന്നെ പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി ആദ്യം തന്നെ മുഖം നന്നായിട്ട് ക്ലീൻ ചെയ്യുക. നിങ്ങൾക്കൊരു ഫേസ് വാഷ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ക്ലെൻസർ ഉപയോഗിച്ചോ എങ്ങനെയാണെന്ന് വെച്ചാൽ നന്നായിട്ട് ക്ലെൻസ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത് എന്താണ്, ഇപ്പോൾ എൻ്റെ ഫേസ് നന്നായിട്ട് ക്ലെൻസ് ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ഫേഷ്യൽ റേസേഴ്സ് യൂസ് ചെയ്യുന്ന ആളാണെങ്കിൽ മേക്കപ്പിന് മുമ്പ് ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഫങ്ഷനോ എന്തെങ്കിലും ഗെറ്റ് റെഡി ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ഫേഷ്യൽ റേസേഴ്സ് യൂസ് ചെയ്യുന്നത് മേക്കപ്പ് മുമ്പേ നല്ലതാണ്. അപ്പോൾ ആദ്യമായിട്ട് ഫേഷ്യൽ റേസേഴ്സ് ഉപയോഗിക്കുന്ന ഒരാളാണെങ്കിൽ അത് കുറച്ച് നാൾ മുമ്പ് ഉപയോഗിച്ച് നോക്കുക. നമുക്ക് സ്കിന്ന് സ്യൂട്ട് ആവുന്നുണ്ടോ, അലർജി എന്തെങ്കിലും വരുന്നുണ്ടോ, റാഷസ് എന്തെങ്കിലും വരുന്നുണ്ടോ. ചിലത് ഞാൻ കണ്ടിട്ടുണ്ട് ഏർലി മോർണിംഗോ അല്ലെങ്കിൽ തലേ ദിവസമോ ചെയ്യും, പക്ഷേ റാഷസ് ഒക്കെ വരും, പിന്നെ ലുക്ക് ഫുള്ള് ഡള്ളാവും. എക്സ്പെഷ്യലി ബ്രൈഡ്സിനെ ഞാൻ കണ്ടിട്ടുണ്ട് ഇങ്ങനെ വന്നിട്ട് പിന്നെ അതെങ്ങനെയെങ്കിലുമൊക്കെ കവറപ്പ് ചെയ്തെടുക്കും. അപ്പോൾ ഈ മേക്കപ്പിന് മുമ്പ് ഫേഷ്യൽ ഹെയർസ് റിമൂവ് ചെയ്യുന്നത് അടിപൊളിയാണ്. മേക്കപ്പ് നന്നായിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്യും, നല്ലൊരു ഗ്ലോ കിട്ടും. അപ്പോൾ ഈ കാര്യം ശ്രദ്ധയിൽ വയ്ക്കുക. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ടോണിങ്. ടോണിങ്ങിന് ഇവിടെ റോസ് വാട്ടറാണ് ഉപയോഗിക്കുന്നത്. നാച്ചുറൽ ടോണറാണ്, എല്ലാവർക്കും അവൈലബിൾ ആയിട്ടുള്ളൊരു ടോണറാണ് റോസ് വാട്ടർ. ഞാനല്ലാതെ മമായത്തിൻ്റെത് പിന്നെ വേറെ 2-3 ടോണേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. ഡെർമാക്കോയുടെ ടോണർ യൂസ് ചെയ്തിട്ടുണ്ട്, അത് നല്ലതാണ്. ഇപ്പം ഞാൻ കുറച്ച് നാളായിട്ട് ഈ റോസ് വാട്ടർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അടുത്തതായിട്ടൊരു ലിപ് ബാം യൂസ് ചെയ്യുന്നുണ്ട്. ജോബ്സിൻ്റെ ഒരു ലിപ് ബാമാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ലിപ്പ് ഒന്ന് ഹൈഡ്രേറ്റ് ആക്കണം. അതിന് മുമ്പ് നല്ലപോലെ വെള്ളം കുടിക്കുക കേട്ടോ. വെള്ളം കുടിക്കുമ്പോഴും ലിപ്പ് ഒന്ന് ഹൈഡ്രേറ്റ് ആവും. ഈ സമ്മർ സീസണിൽ എപ്പോഴും ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കുക, വെള്ളം നല്ലതുപോലെ കുടിക്കുക, വെള്ളമോ ജ്യൂസോ എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ലതുപോലെ കുടിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ലിപ് ബാം ഇട്ടു. ഇനി നമുക്ക് മോയ്സ്ചറൈസർ, ഒരു സിമ്പിൾ അഫോർഡബിൾ മോയ്സ്ചറൈസറാണ് ഞാൻ ഉപയോഗിക്കുന്നത്, പോൺസിൻ്റെ. ഇത് ഓൾമോസ്റ്റ് എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു സൂപ്പർ ഡ്യൂപ്പർ അഫോർഡബിൾ ആയിട്ടുള്ളൊരു മോയ്സ്ചറൈസറാണ്. ഞാനും കുറേ നാളുകൾ കൊണ്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്, നല്ലതാണ്. അപ്പോൾ മോയ്സ്ചറൈസ് ചെയ്യുക. ഓക്കെ, വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നതാണെങ്കിൽ പ്ലീസ് സപ്പോർട്ട്. അങ്ങനെ നമ്മുടെ മോയ്സ്ചറൈസിങ് കഴിഞ്ഞു. ഈ നെക്സ്റ്റ് എന്താണ്? നെക്സ്റ്റ് നമ്മുടെ സൺസ്ക്രീൻ ആണല്ലേ. ഈ ഒരു സമ്മർ ഡേയ്സിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തൊരു സാധനമാണ് സൺസ്ക്രീൻ. അപ്പോൾ നെക്സ്റ്റ് സൺസ്ക്രീന് ഞാനിവിടെ പോൺസിൻ്റെ സൺ മിറാക്കിൾ എന്നൊരു സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത്. SPF 55 PA++. അപ്പോൾ കുറച്ച് നാളായിട്ട് ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ സൺസ്ക്രീൻ അങ്ങനെ അപ്ലൈ ഒന്നും ചെയ്യാറില്ല, ഒറ്റ പ്രാവശ്യം ഇടത്തേ ഉള്ളൂ. പക്ഷേ അപ്ലൈ ഈ ഒരു സമ്മർ സീസണിൽ അപ്ലൈ ചെയ്യണമെന്നാണ് പറയുന്നത്. സ്റ്റിക്കോ അങ്ങനത്തെ നമുക്ക് അപ്ലൈ ചെയ്യാൻ കുറച്ചും കൂടി എളുപ്പമാണല്ലേ. ഞാൻ ഇതുവരെ വാങ്ങിച്ചിട്ടില്ല, ഇനി വാങ്ങണം. അപ്പോൾ ഇത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. ബ്ലെൻഡ്. പിന്നെ അടുത്ത പ്രൈമറാണ്. ഇപ്പോൾ ഒരു ഫെസ്റ്റീവ് ലുക്ക് ആയതുകൊണ്ട് പ്രൈമർ യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് ഈ സ്റ്റെപ്പ് നിങ്ങൾക്ക് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പല്ല, പക്ഷേ ഈ ഒരു സീസണിൽ നമ്മുടെ മേക്കപ്പ് സ്റ്റിക്ക് ഓൺ ചെയ്യാനും അല്ലെങ്കിൽ സ്വെറ്റ് ചെയ്ത് പോവാതിരിക്കാൻ വേണ്ടിയാണ് ഈ പ്രൈമർ യൂസ് ചെയ്യുന്നത്. ഇത് മാർസിൻ്റെ പോർ ക്യൂർ പ്രൈമറാണ്. നല്ലതാണ്, നല്ല അഫോർഡബിൾ ആണ്. നമ്മുടെ പോർട്സൊക്കെ മിനിമൈസ് ചെയ്യും, നല്ലൊരു ബേസ് പ്രൊവൈഡ് ചെയ്യും മേക്കപ്പിന്. ഓക്കെ, നല്ല ഹൈഡ്രേറ്റിംഗ് ആണ്. അപ്പം ഈ പ്രൈമർ ഇടുക. ഒരു പ്രാവശ്യം കൂടെ പറയുകയാണ്, നിങ്ങൾക്ക് പ്രൈമർ യൂസ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാം. ഒരു മേക്കപ്പ് സ്കിൻ പ്രെപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ പ്രൈമർ അതിൻ്റെ കൂടെ വരും, അതുകൊണ്ടാണ് ഞാനിതിപ്പോൾ കാണിക്കുന്നത്.
അപ്പോൾ നമ്മുടെ ബേസ് നമ്മുടെ സ്കിൻ പ്രെപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ലോക്ക് ചെയ്യണം. അപ്പോൾ അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് സെറ്റിംഗ് സ്പ്രേ. ഇതിപ്പോൾ മൈ ഗ്ലാമിൻ്റെ ഒരു സെറ്റിംഗ് സ്പ്രേ ആണ് ഞാൻ എടുത്തേക്കുന്നത്. അതുപോലെ പാക്ക് ഷുഗറിൻ്റെ സെറ്റിംഗ് സ്പ്രേ എല്ലാം നല്ല അടിപൊളി സാധനമാണ്. ഇതിപ്പോൾ കുറച്ച് നാളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഓക്കെ പ്രോഡക്റ്റാണ് കേട്ടോ. ഇതൊന്ന് സെറ്റാവണം. നമ്മുടെ ഈ ബേസ് എല്ലാം ഒന്ന് സ്റ്റിക്കായിട്ടിരിക്കാൻ വേണ്ടിയാണ്. നെക്സ്റ്റ് ഞാൻ ഒരു സ്ട്രോബ് ക്രീമാണ് യൂസ് ചെയ്യുന്നത്. ലാക്മിയുടെ 9 to 5 ഒരു സ്ട്രോബ് ക്രീമാണ് യൂസ് ചെയ്യുന്നത്. ലൂമി ക്രീം എന്നാണ് പറയുന്നത്. അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഒരു ഫെസ്റ്റീവ് ലുക്ക് എല്ലാവരും തിളങ്ങിയൊക്കെ നിൽക്കാൻ വേണ്ടി ഞാനൊരു സ്ട്രോബ് ക്രീം യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഫേസസ് കാനഡ സ്ട്രോബ് ക്രീമൊക്കെ അവൈലബിൾ ആണ്. അതും ഡിഫറെൻറ്റ് ഷെയ്ഡുണ്ട്. റോസ് ഗോൾഡ് ഉണ്ട്, സിൽവർ ഉണ്ട്. എപ്പോഴും റോസ് ഗോൾഡ് അല്ലെങ്കിൽ ഗോൾഡ് എടുക്കാൻ നോക്കുക. സിൽവർ അത്ര ഒരു ഇതില്ല. അപ്പോൾ നമ്മൾ സ്ട്രോബ് ക്രീം നന്നായിട്ട് അപ്ലൈ ചെയ്യാം. ഒരു ഫെസ്റ്റീവ് സീസൺ അല്ലേ, ഒന്ന് ഷൈൻ ചെയ്ത് നിൽക്കും. ഓക്കെ, അങ്ങനെ സ്ട്രോബ് ക്രീം അപ്ലൈ ചെയ്തു. അപ്പം നെക്സ്റ്റ് കളർ കറക്ഷനാണ്. നിങ്ങൾക്ക് കാണാം എനിക്ക് അണ്ടർ ഐസും ഓവർ ദ ഐസും ഒക്കെ നല്ല പിഗ്മെൻറ്റേഷനുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ കളർ കറക്ഷൻ ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇവിടെ നമ്മുടെ സ്വിസ് ബ്യൂട്ടിയുടെ കവർ സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ടൊരു പാലറ്റാണ്. അതിൻ്റെ അകത്ത് ഈ കറക്റ്ററുണ്ട്, കൺസീലറുണ്ട്, നമ്മുടെ കോണ്ടൂറിങ് ക്രീമുണ്ട്, എല്ലാം കൂടി ഉള്ളൊരു പാലറ്റാണ്. നല്ല അഫോർഡബിൾ ആണ്, നല്ല യൂസ്ഫുള്ളുമാണ്. അപ്പം നമുക്ക് ഇതിൽ നിന്ന് ആദ്യം ഈ ഒരു ഓറഞ്ച് ഷെയ്ഡ് എടുക്കുന്നുണ്ട് കേട്ടോ. ജസ്റ്റ് ഡാമ്പ് ചെയ്ത് കൊടുക്കുക. കണ്ണിൻ്റെ മണ്ടയിൽ നമുക്ക് പിഗ്മെൻറ്റേഷനുള്ള, എനിക്ക് ഈ അറൗണ്ട് ദി ഐസാണ് ഒരു നല്ല രീതിയിൽ പിഗ്മെൻറ്റേഷൻ ഉള്ളത്. അതേപോലെ തന്നെ അപ്പുറത്ത്. ഓക്കെ, ഇപ്പോൾ ഈ കൈ കൊണ്ട് ഡാമ്പ് ചെയ്യാളൂ കേട്ടോ. കറക്റ്റർ യൂസ് ചെയ്യുമ്പോൾ ഇപ്പോൾ റെഡ്നെസ് ബ്ലെമിഷസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ഗ്രീൻ കറക്റ്റർ യൂസ് ചെയ്യാം. ഈ പിമ്പിളിൻ്റെ മാർക്ക് റെഡ്നെസ് ഒക്കെ ഉണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഈ ഓറഞ്ച് ടോൺ ഒന്ന് ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി ഞാൻ നമ്മുടെ യെല്ലോ ശകലം യെല്ലോയും കൂടെ എടുത്തിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. ജസ്റ്റ് നമുക്കൊന്ന് ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടി. ഇപ്പം ഇഫ് യു ഹാവ് പീച്ച് കളർ കറക്റ്റർ ദെൻ അത് യൂസ് ചെയ്യാം കേട്ടോ. നമുക്ക് പിഗ്മെൻറ്റേഷനുള്ള സ്ഥലത്ത് എല്ലാം നമ്മൾ അപ്ലൈ ചെയ്യണം. ഓക്കെ, ഇനി നമുക്കിത് ഡാമ്പ് ചെയ്യണം അല്ലേ. ജസ്റ്റ് ഇതിങ്ങനെ ഡാമ്പ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മൾ ഈ കളർ കറക്ഷൻ എപ്പോഴും ഫിംഗേഴ്സ് കൊണ്ട് ചെയ്യാൻ നോക്കുക. ബ്രഷൊക്കെ വെച്ച് ചെയ്ത നമ്മൾ ഈ മേക്കപ്പിന് ശേഷം ഒരു ഗ്രേ ഷെയ്ഡ് കാണും. നല്ല ഫെയർ ആയിട്ട്, നല്ല അധികം പിഗ്മെൻറ്റേഷൻ ഇല്ല ഉണ്ടെങ്കിൽ നമ്മുടെ ഷെയ്ഡിന് 2 ഷെയ്ഡ് അണ്ടർ വരുന്ന ഒരു കൺസീലർ ഉപയോഗിച്ചാൽ മതി. അത് നല്ല കവറേജ് തരും. ഇപ്പം എനിക്ക് നല്ല രീതിയിലുള്ള പിഗ്മെൻറ്റേഷൻ ഉള്ളത് കൊണ്ടാണ് ഈ കളർ കറക്റ്റിംഗ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഐ ആം യൂസിങ് എ കൺസീലർ. എൻ്റെ ഷെയ്ഡിൽ ഒന്ന് താന്നൊരു കൺസീലറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഞാൻ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നില്ല. ജസ്റ്റ് നമ്മളിപ്പോൾ ഈ കളർ കറക്ഷനൊക്കെ ചെയ്തൊന്ന് ജസ്റ്റ് ഒന്ന് ഫിക്സ് ചെയ്യാൻ വേണ്ടി ഈ ഒരു ഷെയ്ഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ജസ്റ്റ് ഇങ്ങനെ ഒരുപാട് ഇടല്ല. അവസാനം കേക്കി ആയിട്ടിരിക്കും. നമ്മുടെ ഡാർക്ക് സർക്കിൾസും അറിയത്തില്ല.
ഈ ഐബ്രോസിൻ്റെ താഴെയൊക്കെ ഇങ്ങനെ ചെയ്ത് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും. എല്ലാം നമുക്ക് പിഗ്മെൻറ്റേഷനുള്ള എല്ലാ സ്ഥലത്തും ഇടുക കേട്ടോ. ഒരു സ്മോൾ എമൗണ്ട് ഇടാനുള്ളൂ. പിന്നെ ഒരു ബ്ലെൻഡർ എടുത്തിട്ടുണ്ട്. ഒരു സ്പഞ്ച് വെച്ചിട്ടാണ് ഞാൻ ബ്ലെൻഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ബ്രഷ് ഉപയോഗിക്കാം. ഈ ചിലവർക്ക് എപ്പോൾ ഈ കൈ വെച്ച് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ സ്യൂട്ടബിൾ, അവർക്ക് കുറച്ചും കൂടെ കംഫർട്ടബിൾ. അത് വേണമെങ്കിലും ചെയ്യാം. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യുക. ഇപ്പോൾ ഇത് സെറ്റ് ചെയ്യണം. ഈ അണ്ടർ ഐസ് നമ്മൾ ചെയ്തൊക്കെ ഒന്ന് സെറ്റ് ചെയ്യണം. അപ്പോൾ ഞാനൊരു ലൂസ് പൗഡർ എടുത്ത് സെറ്റ് ചെയ്യുകയാണ് കണ്ണിൻ്റെ മണ്ടയിൽ. നമുക്കിനി അത് ഐ ഷാഡോ ഒക്കെ അപ്ലൈ ചെയ്യുന്നതുകൊണ്ട് നന്നായിട്ട് സെറ്റ് ചെയ്യുക. ഇതിൻ്റെ നമ്മളിങ്ങനെ എക്സസ് ടാപ്പ് ചെയ്തിട്ട് വേണം. നിങ്ങൾ ഏതാണ് യൂസ് ചെയ്യുന്നത്, ഏത് കോമ്പാക്ട് പൗഡർ വെച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. ഈവൻ നമ്മുടെ ടാൽക്കം പൗഡർ വെച്ച് വേണമെങ്കിലും സെറ്റ് ചെയ്യാം. പെർഫെക്ഷൻ കൂടുതൽ കോമ്പാക്ട് പൗഡർ, ലൂസ് പൗഡറൊക്കെ വെച്ചിട്ട് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ പെർഫെക്ഷൻ കിട്ടുന്നത്. ഓക്കെ, അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്തു. ഇനി നമുക്ക് ഐബ്രോ. അപ്പോൾ നമ്മളിനി ഐബ്രോ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാനൊരു ജെൽ ബ്രൗൺ കളർ, എപ്പോഴും നാച്ചുറൽ ബ്രൗണോ ഡാർക്ക് ബ്രൗണോ മാത്രം, ബ്ലാക്ക് എടുക്കരുത്. ഒരു നല്ലൊരു നാച്ചുറൽ ഫിനിഷ് തരത്തില്ല. അപ്പം ഞാനൊരു ഡാർക്ക് ബ്രൗൺ ഐബ്രോ ജെല്ലാണ് എടുത്തിരിക്കുന്നത്. ഐബ്രോ ജെല്ലെടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഇത് ഗ്യാപ്പ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, എന്നിട്ട് നമ്മുടെ സ്പൂളി കൊണ്ട് ജസ്റ്റ് ഒന്ന് ഓക്കെ, നമുക്ക് ഇതേപോലെ തന്നെ. അപ്പോൾ ഐബ്രോസ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് ഐബ്രോ പെൻസിൽ യൂസ് ചെയ്യാം, സ്കെച്ച് യൂസ് ചെയ്യാം, എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ജസ്റ്റ് നമ്മുടെ ക്യാപ്സ് ഒന്ന് ഫില്ല് ചെയ്യുക. ഒരു നാച്ചുറൽ ബ്രൗൺ കളർ യൂസ് ചെയ്യുക. ബ്ലാക്ക് മാക്സിമം അവോയ്ഡ് ചെയ്യുക. അപ്പോൾ നമുക്കിനി അടുത്ത ഐ മേക്കപ്പാണ്. ഐ മേക്കപ്പിന് ഞാൻ ഒരു ന്യൂഡ് കളർ ഐ ഷാഡോ യൂസ് ചെയ്യുന്നു. അടുത്ത ഐ മേക്കപ്പിന് ഞാൻ യൂസ് ചെയ്യുന്നത് ഹുഡ ഗേൾ എന്ന് പറഞ്ഞ ഒരു ഐ ഷാഡോ പാലറ്റാണ്. ഇത് ആമസോണിൽ നിന്നാണ്. ഞാൻ ഉപയോഗിക്കുന്നത് എല്ലാം നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. മാക്സിമം കൂടിപ്പോയ 500 ഉള്ള പ്രോഡക്റ്റ് ഒന്നും ഇപ്പം യൂസ് ചെയ്തിട്ടില്ല. കൺസീലർ പാലറ്റ് ആയാലും ലൂമി ക്രീം ആയാലും എല്ലാം അണ്ടർ ബഡ്ജറ്റാണ്. നിങ്ങൾക്ക് മേക്കപ്പ് പ്രോഡക്ട്സിൻ്റെ ഒരു ഹോള് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഞാൻ ഉറപ്പായിട്ടും ചെയ്യും. അപ്പോൾ ഞാൻ ഇതിൽ നിന്നൊരു ന്യൂഡ് ഹെന്ന എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡ് എടുക്കുകയാണ്. ഹെന്ന നമ്മൾ ഫുള്ളായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക. നമ്മുടെ മേക്കപ്പ് ഇപ്പോൾ ലൗഡ് അല്ലല്ലോ, അതുകൊണ്ട് സിമ്പിളായിട്ടുള്ളൊരു ഐ മേക്കപ്പാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, രണ്ട് കണ്ണിൻ്റെ മുകളിൽ ഫുള്ളായിട്ട് ആ ന്യൂഡ് ബ്രൗൺ ഷെയ്ഡ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. നമുക്കിനി അടുത്ത കാജൽ, ഒരു ചെറിയ രീതിയിലുള്ളൊരു സ്മോക്കി ഐസാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പം ജസ്റ്റ് കാജലൊന്ന് സ്മഡ്ജ് ചെയ്തു. കാജൽ നല്ല രീതിയിലൊന്ന് സ്മഡ്ജ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഹെന്ന കൊക്കോ എന്ന് പറഞ്ഞ ഷെയ്ഡ് ഡാർക്ക്, നമ്മൾ നേരത്തെ അപ്ലൈ ചെയ്യാനാണ് കുറച്ചും കൂടെ ഡാർക്ക് എടുത്തിട്ട് നന്നായിട്ട് സ്മഡ്ജ് ചെയ്യണം. അണ്ടർ ഐസും കൊടുക്കുക. അപ്പം നമ്മൾ ഐലൈനർ വെച്ചിട്ട് ചെറിയൊരു വിങ്ഡ് ഐലൈനർ, ചെറിയ രീതിയിലൊരു വിങ് ഐലൈനർ അപ്ലൈ ചെയ്തിട്ടുണ്ട്.
ഓക്കെ, നമുക്കിനി കണ്ണിൻ്റെ താഴെയുള്ള പരിപാടിയാണ്. അപ്പോൾ ഞാൻ ഒരു കാജൽ എടുത്തിട്ടുണ്ട്. സ്വിസ് ബ്യൂട്ടിയുടെ തന്നെ ഒരു കാജലാണ് എടുത്തേക്കുന്നത്. ഇത് NYBയുടെ ഒരു സ്കെച്ച് ഐലൈനർ വെച്ചിട്ടാണ് ഞാൻ മുകളിൽ എഴുതിയത്. അപ്പോൾ സ്വിസ് ബ്യൂട്ടിയുടെ നമുക്ക് താഴെ അപ്ലൈ ചെയ്യാം. കുറച്ച് ഡാർക്കായിട്ട് ഇരിക്കട്ടെ. ഇതൊരു കോൾഡ് ബ്ലാക്ക് കളർ കാജലാണ്. നല്ല പിഗ്മെൻറ്റേഷൻ ഉണ്ട് കേട്ടോ. നമുക്ക് മുകളിലത്തെ വാട്ടർ ലൈനും എഴുതണം. ഓക്കെ, ഇനി നമുക്കിത് താഴെ ഒന്ന് സ്മഡ്ജ് ചെയ്യണം. സ്മഡ്ജ് ചെയ്യാൻ ഒരു ബ്രഷ് എടുത്തിട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് സ്മഡ്ജ് ചെയ്യണം. അങ്ങനെ നമ്മൾ താഴെ എഴുതിയിട്ടുണ്ട്. താഴെ എഴുതിയിട്ട് നമ്മൾ ബ്രൗൺ ഐ ഷാഡോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് സ്മഡ്ജ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാം. നമ്മുടെ ബ്രോ ബോണും നമ്മുടെ ഐസൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാം. ഒരു ഹൈലൈറ്റർ പാലറ്റ് എടുത്തിട്ടുണ്ട്. ഇത് ബ്രഷാണ്. ഒരു ഗോൾഡൻ ഷെയ്ഡ് എടുത്തിട്ട് ജസ്റ്റ് നമുക്കിവിടെ ഒന്ന് ശരി നന്നായിട്ട് ബ്രോ ബോണൊക്കെ നന്നായിട്ട് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും. ഓക്കെ, അങ്ങനെ നമ്മുടെ ഐ മേക്കപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മസ്കാര ഇടണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഐലാഷ് കേൾ ചെയ്യാം. ഓക്കെ, ഈ ഐലാഷ് കളർ ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചതാണ്. 99 റുപ്പീസിൻ്റെയാണ്. നല്ല അടിപൊളിയായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞതിൻ്റെ എല്ലാം നല്ല അണ്ടർ ബഡ്ജറ്റിലുള്ള സാധനങ്ങളാണ്, പക്ഷേ ക്വാളിറ്റി അടിപൊളിയാണ്. അത് അതിൻ്റെ പേർപ്പസ് സെർവ് ചെയ്യുന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി മസ്കാര ഇടാം. ഓക്കെ, മസ്കാര ഞാൻ എടുത്തേക്കുന്നത് ഇവിടെ ലോറിയൽ പാരീസിൻ്റെ ലാഷ് പാരഡൈസ് ആണ്. ഓക്കെ, താഴോട്ട് നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി അടുത്ത് നമ്മൾ ഒന്ന് കോണ്ടൂർ ചെയ്യണം. ലൈറ്റായിട്ട് കോണ്ടൂർ ചെയ്യാൻ ഒരു ബ്രോൺസറാണ് എടുത്തേക്കുന്നത്. ഒരു പൗഡർ ബ്രോൺസറാണ്. അത് NYBയുടെ ആണ് കേട്ടോ. നന്നായിട്ട് പ്രശ്നമുള്ള പിഗ്മെൻറ്റേഷൻ ഉള്ളതാണ്. നോസ് നല്ല രീതിയിലൊന്ന് നമുക്ക് കോണ്ടൂർ ചെയ്ത് കൊടുക്കാം. ബ്രഷ് ഒന്ന് ഇങ്ങനെ പിടിച്ചിട്ട് ചെയ്താൽ മതി. ഓക്കെ, നമുക്ക് ചീക്സ് ഓക്കെ, നമുക്ക് ഫോർഹെഡ് ഓക്കെ ഡൺ. ഇനി അടുത്ത് ബ്ലഷാണ് ഇടുന്നത്. ബ്ലഷ് ഒരു നല്ല ഹൈലി പിഗ്മെൻറ്റഡ് ബ്ലഷാണ്. നമ്മളൊരു മേക്കപ്പ് ഒരു ന്യൂഡായിട്ടല്ല ചെയ്തേക്കുന്നത്. ഐസ് കുറച്ച് ബോൾഡാക്കിയിട്ടുണ്ട്. അതിന് ഫൗണ്ടേഷൻ ഇല്ല, ഒരുപാട് എക്സസ് ഇല്ലാത്തൊരു മേക്കപ്പാണ്. അപ്പോൾ നമുക്ക് ബ്ലഷ് ഒന്ന് ലൗഡാക്കാം. ബ്ലഷും ലിപ്സ്റ്റിക്കും ലൗഡാക്കിയ ലുക്ക് അടിപൊളിയാവും. അപ്പോൾ നമ്മൾ ബ്ലഷിന് മാർസിൻ്റെ ഒരു ഹൈലി പിഗ്മെൻറ്റഡ് ബ്ലഷാണ് എടുത്തേക്കുന്നത്. നമുക്ക് ബ്ലഷ് ഡയറക്റ്റ്ലി ചീക്സിൽ അപ്ലൈ ചെയ്യല്. നമുക്ക് ആദ്യം കയ്യിലെടുക്കാം. നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ.
നല്ല ലൗഡായിട്ടുള്ളൊരു ഷെയ്ഡാണ്. ഓക്കെ, ലെറ്റ്സ് ട്രൈ. ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത് ഇത്. അപ്പോൾ നമുക്ക് ഒരു ബ്രഷ് എടുക്കാം. ഓക്കെ, ഒരു ബ്രഷ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഡാമ്പ് ചെയ്യാം. വാവ്, നല്ല ഹൈലി പിഗ്മെന്റഡ് ആണ്. നന്നായിട്ട് നമുക്ക് സ്മെൽ ചെയ്യാം. ഒരു ശകലം എടുത്താൽ മതിയാണ് കേട്ടോ. സിൻസ് ഇറ്റ്സ് ഹൈലി പിഗ്മെന്റഡ്, നമ്മൾ കുറച്ചൊന്ന് ഡാമ്പ് ചെയ്തിട്ട് അങ്ങനെ ബ്ലഷ് ഇട്ടു. നമുക്കിനി ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാം. ഹൈലൈറ്റ് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന ഹൈലൈറ്റിംഗ് പൗഡറാണ്. നിങ്ങൾക്ക് ലിക്വിഡ് അവൈലബിൾ ആണ്, ലിക്വിഡ് ചെയ്യാം, സ്റ്റിക്കുണ്ട്, എന്ത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ജസ്റ്റ് ഒരു ഗോൾഡൻ ഷെയ്ഡ് എടുത്തിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് നോസ്, ഓക്കെ, നമുക്ക് ചീക്സും കൂടെ ഒന്ന് ജസ്റ്റ് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മേക്കപ്പൊക്കെ ഓവറായി. ഇനി നമുക്ക് ലിപ്സ്റ്റിക് കൂടി ഇട്ടാൽ മതി. അപ്പോൾ നമ്മുടെ മേക്കപ്പ് സെറ്റ് നമ്മൾ സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്യുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയി നമ്മൾ ലിപ്സിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ലിപ്സിന് നമ്മൾ ഒരു ന്യൂഡായിട്ടുള്ളൊരു ലിപ് ലൈൻ ഇട്ടിട്ടുണ്ട്. ഇൻസൈറ്റിൻ്റെ ആണ്, ഒരു ന്യൂഡ് ബ്രൗൺ ഷെയ്ഡാണ് കേട്ടോ. നമുക്ക് ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്യാം. ജസ്റ്റ് ഒന്ന് ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ ഒരു അടിപൊളി ഒരു ലൗഡായിട്ടുള്ളൊരു ഷെയ്ഡാണ് ഇടുന്നത്. ഷെയ്ഡ് ചെയ്ത് നോക്കാം. മിസ് ക്ലെയറിൻ്റെ ഒരു ബ്ലോഗേഴ്സ് ഫേവറേറ്റ് 15. അപ്പോൾ നമുക്ക് നോക്കാം. അടിപൊളി ഒരു ഷെയ്ഡാണ് കേട്ടോ. അതിന് ലിപ്സ് ഇട്ടു. നമ്മുടെ മേക്കപ്പ് ഫിനിഷ് ആയിട്ടുണ്ട്. നമുക്ക് അവനെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് കാണാം. ഡ്രസ്സ് വന്നിട്ട് ഞാൻ ആമസോണിൽ നിന്നാണ് പർച്ചേസ് ചെയ്തത്. അടിപൊളി ഒരു സൽവാർ സെറ്റാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ക്വിക്കായിട്ട് ചേഞ്ച് ചെയ്തിട്ട് എല്ലാവർക്കും അഡ്വാൻസ് ഈദ് മുബാറക്. ഈ ഒരു ഫെസ്റ്റീവ് സീസണിൽ നിങ്ങൾ ഈ മേക്കപ്പ് ലുക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്സ്. നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന വീഡിയോസൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക, ഞാനത് തീർച്ചയായിട്ടും ചെയ്യും. അപ്പോൾ once again, Eid Mubarak. Tata.